BMW ലക്ഷറി കാറാണ്, ബെൻസും ലക്ഷറി കാറാണ്. എന്നാൽ BMW എപ്പോഴും ഒരു അഡ്വർടൈസ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നത്, പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈവിംഗ് കംഫേർട്ടാണ്. എന്നാൽ ബെൻസ് അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സിറ്റിംഗ് കംഫേർട്ടാണ്, സിറ്റ് ആൻഡ് ഫീൽ എന്നുള്ളതാണ്. അപ്പോൾ ഏത് ടൈപ്പ് കസ്റ്റമറാണ് ഈ ഒരു ബ്രാൻഡ് പ്രിഫർ ചെയ്യേണ്ടത് എന്നുള്ളത് അവിടെ വ്യക്തമാണ്. അതായത് ഒരു അഡ്വഞ്ചറസ് ഡ്രൈവിംഗ് ഫീൽ വേണ്ട ആൾക്കാർ BMW അവർക്ക് പ്രിഫർ ചെയ്യാം. എന്നാൽ ഒരു സിറ്റ് ആൻഡ് ഫീൽ ലൈക്ക് എ ബോസ് എന്നൊരു ഫീല് വേണ്ട ആൾക്കാർക്ക് ബെൻസ് പ്രിഫർ ചെയ്യാം. ആലോചിച്ച് നോക്കി, 2 ലക്ഷറി കാറാണെങ്കിലും അവരെ പൊസിഷനിങ് പ്രോപ്പർ ആയതുകൊണ്ട് മാർക്കറ്റിംഗിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇന്നും നിങ്ങളെ കോമ്പറ്റീറ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ യുണീക്ക് ആയിട്ടുള്ള കാര്യം, ഏത് കസ്റ്റമറാണ് നിങ്ങൾ വാങ്ങേണ്ടത്, ഈ മാർക്കറ്റിലെ എല്ലാ കസ്റ്റമറും നിങ്ങൾ വാങ്ങേണ്ട ആൾക്കാരോ എന്ന ക്ലാരിറ്റി കിട്ടാത്തത് വലിയ പ്രശ്നമാണ്. ചോക്ലേറ്റ് എടുത്ത് നമുക്ക് മനസ്സിലാവും, കാഡ്ബറി എന്ന് പറയുന്നത് നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ ഹാപ്പിനെസ് മൊമെന്റിൽ നമുക്കൊരു ഗിഫ്റ്റിംഗ് ചോക്ലേറ്റ് ആയിട്ടാണ് മനസ്സിൽ വരിക കാഡ്ബറി എന്ന് പറയുമ്പോൾ. കുറച്ച് സ്നിക്കേഴ്സ് എന്ന് പറയുന്ന സമയത്തും ഹംഗ്രി സൊല്യൂഷൻ ആയിട്ട് മനസ്സിലേക്ക് വരും. ഇതാണ് പൊസിഷനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ നടത്തുന്ന ബേക്കറിയോ ഗാർമെന്റ് സെഗ്മെന്റോ എന്ത് റെസ്റ്റോറൻറ്റ് എന്തോ ആയിക്കഴിഞ്ഞാലും അതിൽ നിങ്ങൾ പൊസിഷനിങ് എന്ന് പറയുന്ന ഒരു എലമെന്റിന്റെ ക്ലാരിറ്റി വരുത്തണം. ഇന്ന് തന്നെ അത് വരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് സൈഡിലേക്ക് വലിയ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പലരും ഈ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കുറച്ച് തുടക്കത്തിൽ ബിസിനസ് ഒക്കെ നടന്നതിന് ശേഷമാണ് പിന്നെ നമുക്ക് തോന്നുന്നത് ഇതെന്തിനു വളരാതെ, അത് ഈ പൊസിഷനിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക, ഇന്ന് തന്നെ പൊസിഷനിങ് ഡെവലപ്പ് ചെയ്യേണ്ട ആക്ഷൻസ് ചെയ്തു തുടങ്ങി.